കേരളത്തിലാകെ ട്രെൻഡായിക്കൊണ്ടിരിക്കുകയാണ് പ്രസവരക്ഷാ കേന്ദ്രങ്ങൾ. നിങ്ങൾ എങ്ങനെയാണ് പ്രസവരക്ഷാ കേന്ദ്രത്തിനെ ചൂസ് ചെയ്യുന്നത്? നല്ല ബിൽഡിംഗ്, ഒരു സ്ഥലത്തിന്റെ പാരമ്പര്യം, അല്ലെങ്കിൽ വിശാലമായ സ്പേസുകൾ, അല്ലെങ്കിൽ അവിടുത്തെ ഭക്ഷണ രീതികൾ, ഇതാണോ നിങ്ങൾ ചൂസ് ചെയ്യാനുള്ള കാരണങ്ങൾ? ഞാൻ ഡോക്ടർ പ്രബിൻ, മെഡിക്കൽ ഡയറക്ടർ ഇഹാബ് ആയുർവേദ. ഒരു ഡോക്ടർ എന്ന നിലയിൽ എനിക്ക് നിങ്ങൾ പ്രസവരക്ഷാ കേന്ദ്രങ്ങൾ ചൂസ് ചെയ്യുന്ന സമയത്ത് ആദ്യമായിട്ട് നിങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് അവിടെ നല്ലൊരു ഡോക്ടർ ഉണ്ടോന്നാണ്. രണ്ടാമത്, ആയുർവേദ ശാസ്ത്രപ്രകാരം, ആയുർവേദത്തിന്റെ വിധി പ്രകാരം ആയുർവേദം നിഷ്കർഷിക്കുന്ന അനുസരിച്ചിട്ട് ചികിത്സകൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. അല്ലാതെ ട്രീറ്റ്മെന്റ് റൂമിൽ പോയി പഴയ രീതിയിൽ ചെയ്യുന്ന പോലെ ഒരു എണ്ണയിട്ട് തടവുക, കെട്ടുക, അതല്ല വേണ്ടത്. പ്രസവകാലം അല്ലെങ്കിൽ ഗർഭകാലം കഴിഞ്ഞതിന് ശേഷം, പ്രസവിച്ചതിന് ശേഷം ലേഡിയിലുണ്ടാകുന്ന, അമ്മയിലുണ്ടാകുന്ന ഒരുപാട് മാറ്റങ്ങൾ ഒരു ഡോക്ടർ നേരിട്ട് വന്ന് കൺസൾട്ട് ചെയ്തുകൊണ്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള ചികിത്സ നൽകുന്നിടത്താണ് പ്രസവരക്ഷയുടെ വിജയം. അത് ഗർഭപാത്രമോ അല്ലെങ്കിൽ പ്രസവവുമായി ബന്ധപ്പെട്ട മാത്രമല്ല, പകരം ആ അമ്മയിലുണ്ടാകുന്ന മൂഡ് സ്വിങ്സുകൾ, അമ്മയിലുണ്ടാകുന്ന അനുബന്ധമായിട്ടുള്ള മറ്റുള്ള കംപ്ലയിൻസുകൾ, അമ്മയിലുണ്ടാകുന്ന പോസ്റ്റ് പാർട്ടം ഡിപ്രഷനുകൾ, ഇതൊക്കെ ഒരു ഡോക്ടർ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ പ്രസവരക്ഷ ചികിത്സ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പ്രസവരക്ഷാ കേന്ദ്രം ചൂസ് ചെയ്യുന്നതിന് മുമ്പേ ശാസ്ത്രീയമായിട്ടും സയന്റിഫിക് ആയിട്ടും അല്ലെങ്കിൽ വളരെ വിശ്വാസത്തോടും ചെയ്യുന്ന പ്രസവരക്ഷാ കേന്ദ്രങ്ങൾ സെലക്ട് ചെയ്യുക.